അമേരിക്കയുമായി ഇടഞ്ഞു തന്നെ മുന്നോട്ടു പോവുകയാണ് ഇറാൻ. അമേരിക്കയുമായി ആണവക്കരാറിൽ പുതിയ ചർച്ചയ്ക്കില്ലെന്നാണ് ഇറാൻ ആവർത്തിച്ച് പറയുന്നത്. അമേരിക്കൻ സമ്മർദ്ദത്തിന് ഇനി വഴങ്ങില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. അമേരിക്ക ആക്രമണം നടത്തുകയാണെങ്കിൽ അവരുടെ പ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ നേവി കമാൻഡർ അലിസേറ തങ്സിരിയാണ് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് അയച്ച കത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു തങ്സിരിയുടെ ഈ കടുത്ത പ്രതികരണം. ആണവ കരാറിൽ ചർച്ച നടത്തണമെന്ന ആവശ്യവുമായി ട്രംപ് മുന്നോട്ട് വന്നതിന് മറുപടിയായി ഇറാൻ ആരോടും തങ്ങളുടെ പ്രതിരോധ ശേഷിയെക്കുറിച്ചോ മിസൈൽ കരുത്തിനെക്കുറിച്ചോ ചർച്ച നടത്തില്ലെന്ന് തങ്സിരി വ്യക്തമാക്കി. അതേസമയം തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കുന്നതിനൊപ്പം അയൽരാജ്യങ്ങളോടുള്ള സൗഹൃദ ബന്ധത്തിനും ഇറാൻ പ്രാധാന്യം നൽകുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു. ട്രംപിന്റെ കത്തിനെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്നും അതിനെ വിശകലനം ചെയ്യാൻ താൽപ്പര്യമില്ലെന്നുമായിരുന്നു തൻസിരിയുടെ പ്രതികരണം. പക്ഷേ ട്രംപ് പലപ്പോഴായി ഇറാനെതിരെ ഭീഷണിയുമായി എത്തിയിട്ടുണ്ടെന്നും അതിനാൽ അമേരിക്കയുടെ നീക്കങ്ങളെ നിരീക്ഷിക്കുകയാണ് തങ്ങൾ ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കയുടെ ആക്രമണം ഉണ്ടായാൽ എവിടെയായിരുന്നാലും അവരുടെ പ്രധാന കേന്ദ്രങ്ങൾ തകർക്കുമെന്ന് തങ്സിരി മുന്നറിയിപ്പ് നൽകി. ആണവ കരാറുമായി ബന്ധപ്പെട്ട നിലവിലുള്ള പ്രശ്നങ്ങളിൽ ഇറാൻ സുതാര്യമായ നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. 2015 അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ, റഷ്യ, ചൈന, മറ്റ് ശക്തരായ രാഷ്ട്രങ്ങൾ എന്നിവരുമായി ഒരു കരാറിൽ ഇറാൻ ഒപ്പുവെച്ചിരുന്നു. ഉപരോധങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതിനായി ആണവ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്താൻ ഇറാൻ സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ 2018 ട്രംപ് പ്രസിഡന്റായിരിക്കുമ്പോൾ ഈ കരാറിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങി. ഇറാനെതിരായ ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുകയായിരുന്നു. ഇറാൻ ആണവശക്തി വികസിപ്പിക്കുന്നത് സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് പലതവണ ആവർത്തിച്ചിട്ടുണ്ടെങ്കിലും അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ അതിന് ദുരൂഹമായി കാണുന്നുണ്ട്. ട്രംപിന്റെ കത്ത് ഇറാനെ ഭീഷണിപ്പെടുത്തുന്നത് പോലെയാണെങ്കിലും അതിൽ ചില കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ടെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരങ്ചി അഭിപ്രായപ്പെട്ടു. ഇറാന്റെ നിലപാട് സുതാര്യമായിരിക്കുകയും തങ്ങളുടെ പ്രതിരോധശേഷിയെക്കുറിച്ച് ഒരിക്കലും ചർച്ച ചെയ്യില്ലെന്ന ഉറച്ച നിലപാട് ഇനിയും തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാൻ അയൽരാജ്യങ്ങളോട് സമാധാനപരമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും അയൽക്കാരുമായി സൗഹൃദം തുടരാനുള്ള ശ്രമമാണ് തുടരുന്നതെന്നും തങ്സിരി കൂട്ടിച്ചേർത്തു. മുസ്ലിങ്ങൾ എന്ന നിലയിൽ അയൽരാജ്യങ്ങൾക്ക് ഭീഷണി ഉയർത്തിയിട്ടില്ലെന്നാണ് ഇറാൻ ആവർത്തിച്ചു പറയുന്നത്. എന്നാൽ അമേരിക്കയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ. എന്ത് സംഭവിച്ചാലും അതിന് തുല്യമായ തിരിച്ചടിക്കുള്ള തയ്യാറെടുപ്പും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആണവ ചർച്ചകളിലേക്കുള്ള അമേരിക്കൻ സമ്മർദ്ദം കൂടുതൽ ശക്തമായേക്കും. എന്നാൽ ഇറാൻ അതിന് വഴങ്ങാനുള്ള സാധ്യതയില്ലെന്ന് തങ്സിരിയുടെ പ്രതികരണത്തിലൂടെ വ്യക്തമാണ്. നിലവിലെ സംഭവവികാസങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം എങ്ങോട്ട് തിരിയുമെന്നതിൽ ആശങ്ക ജനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്.